പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്. നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പെൻഷൻ ആനുകൂല്യമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു തുക വിതരണം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാർ പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസവും ഒരുപക്ഷെ പെൻഷൻ തുക ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇലക്ഷന് മുമ്പാകെ തുക എത്ര മാസത്തെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് എത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നു, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക 6 മാസത്തെ കുടിശ്ശികയായിരിക്കുന്നു, 9600 രൂപ. ഈ തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കയറേണ്ട സാഹചര്യം പോലും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഇല്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തിരിഞ്ഞോട്ടവും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എന്തുതന്നെയായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഏത് സർക്കാരാണോ സർക്കാരിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ അറിയിപ്പ് വരുന്നത് രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ്. 2 മാസത്തെ പെൻഷൻ തുക എന്ന് പറയുമ്പോൾ അത് ഇന്നോ നാളെയോ ഒന്നും കിട്ടില്ല. ഈ വരുന്ന ഇലക്ഷന്, ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് പോകും. ഈ ഒരു 2 മാസത്തെ പെൻഷൻ തുക ഉറപ്പായിട്ടും വിതരണം ചെയ്യുമെന്ന് ഇപ്പോഴാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത്. പല മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ 6 മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ അടുത്ത ഒരു മാസം കൂടെ കഴിയുമ്പോൾ തന്നെ മാർച്ച് മാസം ആകുമ്പോൾ വീണ്ടും 7 മാസവും 8 മാസവും 8 മാസമൊക്കെ ആകുമ്പോൾ 2 മാസത്തെ തുക ആ ഒരു രീതിയിൽ തരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ പോലും സാധാരണക്കാരന്റെ ഇതുപോലെ ചെറിയ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നത് ശരിയായ പ്രവണതയല്ല. അത് ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്ത് തരാം എന്ന് പറഞ്ഞാണ് ഈ ഒരു അധികാരത്തിൽ എത്തിയതിനു ശേഷം പറഞ്ഞത് തരുന്നില്ല എന്ന് മാത്രമല്ല, 2500 രൂപ എത്തിക്കുമെന്ന് പറഞ്ഞു. ഇത് തരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു തുക ഇപ്പോഴുള്ളത് പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ, ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ക്ഷേമ പെൻഷൻ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇതിൽ നിർദ്ധരായിട്ടുള്ള രോഗികളുണ്ട്, മരുന്ന് വാങ്ങിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയായാലും 2 മാസത്തെ പെൻഷൻ തുകയായിട്ട് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.